ചേട്ടാ ഇലക്ഷൻ ഡേറ്റ് ഒക്കെ വന്നു, ഇലക്ഷൻ എത്താറായി. അതേപോലെ തന്നെ 140 മണ്ഡലങ്ങളിൽ 5 സീറ്റുകൾ 5 CPM കോട്ടകൾ പൊട്ടുന്നു. ഇതാണ് പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ. ആ 5 പൊട്ടാൻ പോകുന്ന സീറ്റുകളും BJP-യിലേക്കാണ് പോകുന്നത്. എന്തായിരിക്കാം ആ നിർണായക നിമിഷങ്ങൾ എന്ന് പറയുന്നത്? പൊളിയുന്നു കോട്ടകൾ. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ത്രികോണ മത്സരങ്ങൾ ഉള്ള നിരവധി ത്രികോണ മത്സരങ്ങളുള്ള ഒരു മത്സരം തന്നെയായിരിക്കും. അതിൽ NDAക്ക് നിർണായകമായ പങ്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് തീർത്തും വ്യക്തമാണ്. ഭരിക്കേണ്ടത് ആര് എന്ന് തീരുമാനിക്കുന്നത് NDA ആകുന്ന രീതിയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. നമ്മൾ ചില മുതിർന്ന മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് NDA എന്തെങ്കിലുമൊക്കെ കാട്ടാതെ പോകില്ല. അപ്പോൾ അങ്ങനെ അവർ പ്രതീക്ഷിക്കുന്ന ജില്ലകൾ എന്ന് വെച്ചാൽ ഒന്ന് എറണാകുളം ജില്ല നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാര്യം 2020 അവരുടെ കൂടെ വന്നിട്ടുണ്ട്. 2020 മുൻകാലങ്ങളിൽ BDJs വന്ന പോലുള്ള ഒരു രീതിയിലല്ല. 2020ക്ക് എറണാകുളം ജില്ല പോലെ മറ്റു ജില്ലകളിലും ക്രിസ്ത്യൻ വോട്ടുണ്ട്. ഈ ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത് താമരയ്ക്ക് വോട്ട് ചെയ്യാൻ മടിക്കുന്നവർ തീർച്ചയായിട്ടും ഈ അവരുടെ മാങ്ങാ ചിഹ്നത്തിൽ വോട്ട് ചെയ്യും. അപ്പോൾ എറണാകുളം ജില്ലയിൽ ഏറ്റവും ആദ്യം 2020ക്ക് സാധ്യതയുള്ള അല്ലെങ്കിൽ NDA സഖ്യം BJP 2020 NDA സഖ്യത്തിൻ്റെ സാധ്യതയുള്ള കുന്നത്തനാട് സാധ്യതയുണ്ട്. കുന്നത്തനാട് CPMൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശ്രീനിജനാണ്. ശ്രീനിജനെ സംബന്ധിച്ച് ശ്രീനിജൻ അത്ര നല്ല പേരൊന്നും അവിടെ ഇപ്പം ഇല്ല. CPMനെ സംബന്ധിച്ച് ശ്രീനിജന് കൊടുത്തിരിക്കുന്ന അവസാന ചാൻസാണ്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ 1 or 2 സീറ്റ് അത് ഏതെന്ന് നമ്മളിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. ഇത് കുന്നത്തനാട് എടുത്തു പറഞ്ഞത് കുന്നത്തനാട് വളരെ സാധ്യതയുണ്ട്. അവിടെ മത്സരിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ കോൺഗ്രസ്സിലുണ്ടായിരുന്ന ബാബു ദിവാകരൻ, കോൺഗ്രസിനൊപ്പം നിന്ന ഒരു നല്ല കാൻഡിഡേറ്റ് ആണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നു. പറഞ്ഞോളൂ. തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ് ഇതേപോലെ കോട്ടകൾ പൊളിയുന്ന ഒരു അവസ്ഥ. അതൊരു നിസാര അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു സർപ്രൈസ് ആയിട്ടുള്ള പൊളിച്ചിട്ടൊന്നും ആയിരുന്നില്ല. ഇതിനു മുൻപ് കുറെ കാലങ്ങളായി അവർ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ താഴേക്കിടയിലുള്ള വോട്ടുകളെല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഈ ക്രൈസ്തവ വോട്ടുകളുടെ വൻതോതിലുള്ള വരവ് BJP-യിലേക്ക് അടുത്ത കാലങ്ങളായി വന്നിട്ടുണ്ടായിരുന്നു. അതൊരു മാസ്റ്റർ പ്ലാനിങ് എന്ന രീതിയിൽ കുറെ കാലങ്ങളായി അവർ ചെയ്ത വർക്കുകളായിരുന്നു. അതേപോലെ മുനമ്പം ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് ജനങ്ങളെ തന്റെ കൂടെ നിർത്താനുള്ള അതും CPM-ൽ നിന്ന് അല്ലെങ്കിൽ CPM-ലേക്ക് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളാണ് BJP തന്റെ പക്ഷത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം അങ്ങ് കോൺഗ്രസ് വോട്ടുകളൊന്നും ആയിരുന്നില്ല. നമ്മൾ ഇതിന് മുൻകാല ഇലക്ഷനുകൾ പരിശോധിക്കുകയാണെങ്കിലും കാണാൻ പറ്റുന്നത് 20-21% അവർ വാർഡ് ഷെയർ വർദ്ധിപ്പിച്ചത്. അത്രയും കുറവ് CPM-ൽ നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. CPM 1ാം സ്ഥാനത്ത് നിൽക്കുക അല്ലെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് പോലും വോട്ടുകൾ ചോരുന്നുണ്ടായിരുന്നു. ആ ഒരു ചോർച്ച കുറെ കൂടെ വൻ രീതിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ തന്നെ 5 കോട്ടകളാണ് ഇത്തവണ പിടിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം പിടിച്ച സമയത്ത് നമ്മളൊന്ന് അത്ഭുതപ്പെട്ടത് ഇത്രയധികം അല്ലെങ്കിൽ ഒരു സ്ഥലം കോർപ്പറേഷൻ മുഴുവൻ പിടിക്കുന്ന അല്ലെങ്കിൽ അത്രയും ഭൂരിപക്ഷത്തിൽ അവരുടെ എല്ലാ കാൻഡിഡേറ്റ്സും ജയിക്കുന്ന രീതിയിലേക്ക് BJP ഇവിടെ വളർന്നിട്ടുണ്ടോ? അതായിരുന്നു അന്ന് പരിശോധിക്കേണ്ടിയിരുന്നത്. അതിനുശേഷം ആലപ്പുഴയിലുള്ള വളർച്ചയെ പറ്റി പരിശോധിക്കേണ്ടതുണ്ട്. അതേപോലെ കോട്ടയം ഒരു നിർണായകം തന്നെയാണ്. പല BJP നേതാക്കളും ഉറപ്പിച്ച് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ അവിടെ ഉണ്ട്. പക്ഷെ ആ ഒരു വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം പലപ്പോഴും LDF-ലേക്കും അതേപോലെ UDF-ലേക്കും പോകുന്നത് കൊണ്ട് മാത്രമാണ് BJP ഒരു 3ാം സ്ഥാനത്തേക്കൊക്കെ തള്ളപ്പെട്ടുകൊണ്ടിരുന്നത് നേരത്തെ. അതെ, ഇപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്നും LDF-ന് പോയിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ BJP-യിലേക്ക് എത്തുമെന്ന് പറയുന്ന പ്രതീക്ഷയാണ് അവർ വീണ്ടും അവിടെ ഉയർത്തി കാണിക്കുന്നത്. എറണാകുളം ഒരു പ്രതീക്ഷ കാണുന്നുണ്ട്. അതേപോലെ ഇവരുടെ തന്നെ കോട്ടകളാവുന്ന മലബാർ ഏരിയകളിൽ നിന്ന് പോലും കോട്ടകളിൽ നിന്ന് അല്ലെങ്കിൽ കോട്ടകൾ പൊളിച്ച് 2ാം സ്ഥാനമൊന്നും അല്ല പറയുന്നത്, അവരുടെ പ്രധാന വർഷങ്ങളായി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങൾ BJP-യിലേക്ക് വരുന്നു. അതാണ് ആ നിർണായകമായിട്ടുള്ള 5 സീറ്റുകൾ എന്ന് പറയുന്നത്. മഞ്ചേശ്വരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേശ്വരം LDF-നെ കാട്ടിലും UDF-ന്റെ മണ്ഡലമായിരുന്നു. വർഷങ്ങളായിട്ട് അവിടെ UDF-ന്റെ കോട്ടയാണ്. അവിടെ എത്രത്തോളം BJP ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. കാരണം വരും കാലങ്ങളിൽ നിന്ന് സെക്കൻഡ് പൊസിഷനിൽ നിന്നും UDF 1ാം സ്ഥാനത്ത്, LDF 2ാം സ്ഥാനത്ത്, 3ാം സ്ഥാനത്ത് BJP. അതിൽ നിന്നും LDF-നെ പിന്താക്കിക്കൊണ്ട് 2ാം സ്ഥാനത്തേക്ക് BJP വരുന്നൊരു സാഹചര്യം അവിടെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അത് എത്രത്തോളം ഈ നിയമസഭയിൽ പ്രതിഫലിക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഇവർ കൂടുതലായിട്ടും ആ ഒരു ആന്റി പിണറായിസം അല്ലെങ്കിൽ ഈ ഒരു ഭരണവിരുദ്ധത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ വൻതോതിലുള്ള ഒരു വാർഡ് ഷെയർ ഇങ്ങോട്ട് മറിയുന്ന സാഹചര്യത്തിൽ 1ാം സ്ഥാനത്തേക്ക് ഇവർ വരാൻ അല്ലെങ്കിൽ 2ാം സ്ഥാനത്തേക്കെങ്കിലും
CPM-ന്റെ കോട്ടകളിലേക്ക് ഇവർക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവർ പ്രത്യാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും പലയിടങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അധികം പേടിയില്ലാത്തൊരു പാർട്ടി BJP ആണെന്നുള്ളത്. അല്ല, അവരെ സംബന്ധിച്ച് അവർക്ക് നഷ്ടമാവാനൊന്നും. അതെ, അതുകൊണ്ടാണ് ആ ഒരു പേടിയില്ലാത്തത്. ഭരണം എന്നൊരു ഇത് ആരും അവിടെ പറഞ്ഞിട്ടില്ല ഈ ഭരിക്കാൻ പോകുന്നത് അതിന്റെ അപ്പുറത്തേക്ക് ഇവർ 2ാം സ്ഥാനത്തേക്ക് എത്തും, LDF 3ാം സ്ഥാനത്തേക്ക് മാറ്റും. രാജീവ് ചന്ദ്രശേഖർ വന്നതിന്റെ അദ്ദേഹം വന്നു എന്നുള്ള തെളിവാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നത്. അതൊരു നിസ്സാര സംഗതിയല്ല. ഇപ്പോൾ ആതിര പറഞ്ഞതുപോലെ ഒരു നിസ്സാര സംഗതിയല്ല. കാര്യം ഞാനൊരു തിരുവനന്തപുരം നിവാസിയാണ്. ഇപ്പം നമ്മൾ കാണുന്നത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ റീഡ് ചെയ്യുന്നതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് CPM-ന്റെ മൂല്യ തകർച്ചയാണ്. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ രീതിയിലുള്ള തകർച്ചയാണ് BJPക്ക് വഴി തുറന്നത്. അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് എന്ന് പറയുന്ന വെറും 10-നകത്ത് സീറ്റുണ്ടായിരുന്ന കൗൺസിലർമാരുടെ എണ്ണത്തിൽ നിന്ന് 19ലേക്ക് കോൺഗ്രസ് എത്തി. അതൊരു വലിയ കാര്യമാണ്. ജയിക്കാൻ 50 സീറ്റ് മാത്രം മതി എന്നുള്ളപ്പോൾ കഴിഞ്ഞ തവണ 35 ആയിരുന്ന BJPക്ക് ഇത്തവണ 15 സീറ്റ് വരെ കൂടുതൽ കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം CPM എന്ന് പറയുന്ന പാർട്ടി തിരുവനന്തപുരം ജില്ലയിൽ വളരാനായിട്ട്, BJP വളരാനായിട്ട് ഇവരുടെ തമ്മിലുള്ള തമ്മിലടി, അതായത് CPM-ന്റെ സംഘടനയ്ക്കകത്തുള്ള തമ്മിലടി ഇവർക്ക് വളക്കൂറായി, BJPക്ക് വളക്കൂറായി. അത് ഇവർ വൈകിയേ മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ. ഇപ്പോഴവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന ആൾക്കാരാണ് CPM-ന്റെ തിരുവനന്തപുരത്തെ നേതാക്കൾ. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. അവിടെ V. മുരളീധരനാണ് മത്സരിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. കാരണം V. മുരളീധരൻ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴക്കൂട്ടത്ത് എന്തുകൊണ്ട് കടകംപള്ളി മത്സരിക്കുന്നു എന്ന് ചോദിച്ചാൽ കടകംപള്ളി ധരിക്കുന്നത് തനിക്ക് BJP-യുടെയും RSS-ന്റെയും വോട്ട് തനിക്ക് ഇത്തവണ കിട്ടും എന്നൊക്കെ ഒരു ധാരണയുണ്ട്. നിയമം നമുക്ക് പറയേണ്ടി വരും. നിയമത്തെ രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേഷൻ പിടിച്ച് രാജീവ് ചന്ദ്രശേഖറിന് നിയമം പിടിക്കാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല. ശിവൻകുട്ടി മത്സരിക്കുന്നുണ്ട്. അവിടെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി, ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും. ചിലപ്പോൾ ശബരിനാഥനാവാൻ സാധ്യതയുണ്ട്. ശബരിനാഥൻ ജയിച്ചാലും ഇല്ലെങ്കിലും ഈ പറയുന്ന രീതിയിൽ K. മുരളീധരന് കിട്ടിയതിനേക്കാൾ വോട്ട് ശബരിനാഥൻ കൊണ്ടുവരികയാണെങ്കിൽ ആ വോട്ട് CPM-ന്റെ വോട്ടുകളാണ് ചിലപ്പോൾ K. മുരളീധരന് പോകുന്നത്. CPM-ന്റെ വോട്ടെന്ന് പറഞ്ഞാൽ ഒന്നിലും പെടാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ, വീട്ടമ്മമാര്, പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് കൃത്യമായി BJP വോട്ടുകളും അതേപോലെ ശബരിനാഥൻ നിൽക്കുകയാണെങ്കിൽ ശബരിനാഥന് കിട്ടാൻ പോകുന്നത് ശിവൻകുട്ടിയുടെ വോട്ടുകളായിരിക്കും. ആ രീതിയിലായിരിക്കും ശിവൻകുട്ടിയുടെ വോട്ടുകളും ശബരിനാഥന്റെ വോട്ടുകളും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന് തന്നെ പോകാൻ സാധിക്കും. ശബരിനാഥിന്റെ വോട്ട് പൂർണ്ണമായി പോകുമെന്ന് ഞാൻ പറയില്ല. എന്നാലും ശബരിനാഥിൽ നിന്നും കോൺഗ്രസിൽ നിന്നും, കാര്യം നിയമം എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു മണ്ഡലമാണ്. കാര്യം എൻ്റെ ഭാര്യയുടെ സ്ഥലം നിയമമാണ്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് നിയമം എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള കൃത്യമായി ഈ 26 വർഷത്തിൽ കൂടുതലായി എനിക്ക് അവിടെ ആ കറക്റ്റ് എൻ്റെ പൾസ് അറിയാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇന്നലെയുമല്ല അവിടെ പണിയെടുത്ത് തുടങ്ങിയത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് സാധ്യതയുണ്ട്, കഴക്കൂട്ടത്ത് V. മുരളീധരന് സാധ്യതയുണ്ട്, മഞ്ചേശ്വരത്ത് സുരേന്ദ്രന് സാധ്യതയുണ്ട്, പാലക്കാട് ശോഭാ സുരേന്ദ്രന് സാധ്യതയുണ്ട്. പാലക്കാട് കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥിയെ അനുസരിച്ചിരിക്കും ശോഭാ സുരേന്ദ്രൻ്റെ മത്സരം. അവിടെ CPM എന്ന് പറയുന്ന പാർട്ടി 3ാം സ്ഥാനത്ത് പോകും. ഇപ്പോഴേ തന്നെ പാർട്ടിക്കാർക്കറിയാം. ഇന്നലെ CPM പുറപ്പെടുവിച്ച സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ പാലക്കാട് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോ അവര് പേടിച്ചിരിക്കുകയാണ്. ചിലയിടത്ത് ബാക്കി എല്ലായിടത്തും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തിയിട്ടുണ്ട്. കൃത്യമായി എല്ലാ സ്ഥാനാർത്ഥികളെയും മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുള്ള, ജനങ്ങൾ പറഞ്ഞിട്ടുള്ളവരെ പോലും 100% കോൺഫിഡൻസോടുകൂടി സർക്കാർ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ പറയുകയാണെങ്കിൽ അവിടെയൊക്കെ ഇവർക്ക് കിട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ ഇവർക്ക് കുറയാൻ പോകുന്ന വോട്ട് ഷെയർ BJP നിർത്തുന്ന സ്ഥാനാർത്ഥികളിലേക്കായിരിക്കും പോകുന്നത്. അതേപോലെ തന്നെ വോട്ട് ഷെയർ പോകുന്നത് നേരെ എങ്ങോട്ടെന്ന് ചോദിച്ചാൽ BJP-യിലേക്ക് തന്നെ ആയിരിക്കും. കാര്യം ഈ ഈഴവ കമ്മ്യൂണിറ്റി ഈ പറയുന്നത് പോലെ പിന്നെ BDJS-നെ അതാണ് BJP-യുടെ തന്ത്രം. BDJS-നെ BJP എന്തിനാണ് ആദ്യം മുന്നിൽ നിർത്തി നോക്കിയതെന്നറിയോ? BDJS എന്ന് പറയുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയുടെ കുറേയധികം ആൾക്കാരുള്ളതാണ്. അപ്പോൾ അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. പിന്നെ കൊച്ചിയിൽ വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞെന്നറിയോ, നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് അനുഗ്രഹിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടെ ഏത് പിന്നെ മുന്നണിയുടെ നേതാക്കൾ ജനങ്ങളോട് അനുഗ്രഹിക്കണം എന്ന രീതിയിൽ പറയുന്നത്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പോലെ ഒരു വ്യക്തിത്വമുള്ള, പ്രത്യേകിച്ച് അങ്ങനെ മാത്രമല്ല ആതിര, വെറുതെ ഒരു പ്ലാൻ അല്ല. BJP ഘട്ടം ഘട്ടമാറ്റി ആതിര പറഞ്ഞു. ഈ പറയുന്ന ക്രിസ്ത്യൻ മേഖലയിൽ ക്രിസ്സംഖികൾ എന്ന് പറയുന്നത് വെറുതെ ഉണ്ടായതല്ല. ഇപ്പോൾ അനൂപ് ആന്റണി എന്ന തിരുവല്ലത്ത് മത്സരിക്കാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഈ അനൂപ് ആന്റണി നിസ്സാരക്കാരനെന്നാണ് കരുതുന്നത്. ഇപ്പോൾ കുര്യൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെ അവരാക്കിയത് വെറുതെയാണ്. കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയത് വെറുതെയാണ് നമുക്ക് ധരിക്കാൻ പറ്റുമോ? അപ്പോൾ
അനൂപ് ആന്റണി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ആക്സസ് ഉണ്ട്. നരേന്ദ്രമോദിക്കാണല്ലോ ആക്സസ് ഏറ്റവും കൂടുതൽ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം അവിടെ തിരുവല്ലത്ത് മത്സരിക്കുമ്പോൾ CPM അവിടെ ചിലപ്പോൾ മാത്യു ടി തോമസ് ആയിരിക്കും മത്സരിക്കാൻ പോവുക, ഈ പറയുന്ന ജനതാദളിന്റെ. അദ്ദേഹം തോക്കാതിരിക്കുക. കാരണം അത്ര കണ്ട് BJP മെല്ലെയാണ് അവിടെ സ്റ്റെപ്പുകൾ വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ ചെറുപ്പക്കാർ, നിങ്ങൾക്ക് അറിയാൻ കഴിയും ഏതാണ്ട് ഒരു 10 വർഷം, അതായത് ഈ ഒരു ടൈം, ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കഴിയട്ടെ, ഈ 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 31 അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ 5 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇന്ന് കാണുന്ന BJP ആയിരിക്കില്ല 2031 BJP. അത് ഉറപ്പായിട്ടും മുന്നണി മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, സാധ്യതകൾ വോട്ട് ഷെയർ ഒക്കെ കൂടും. എന്തായാലും ആ ഒരു അത് നിസ്സാരമായിട്ട് നമുക്ക് പറഞ്ഞു കളയാൻ കഴിയില്ല. പോകുന്നത് CPM-ന്റെയും കോൺഗ്രസിന്റെയും വോട്ടുകളാണ്. അല്ല, അത് ഉറപ്പായിട്ടും ആ രീതിയിലല്ലേ പോവുള്ളൂ. നമ്മുടെ മുന്നണികൾ കാലാകാലങ്ങളായി നമ്മളുടെ ഇരു മുന്നണികൾ മാത്രം മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, അവിടേക്ക് ഒരു പാർട്ടി വന്ന് അവരുടേതായിട്ടുള്ള വോട്ട് ഷെയർ കൂട്ടുക, അല്ലെങ്കിൽ ജനങ്ങൾ ഇങ്ങനെ ഒരാൾക്കാരെ ജയിപ്പിക്കുക, അതൊരു സ്വാഭാവികമായിട്ടുള്ള തോന്നലാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്നത് 140 തന്നെ സാധ്യതാ മണ്ഡലങ്ങൾ ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ആവുമ്പോഴാണ് ചിത്രം ആ ഒരു 3 സ്ഥാനാർത്ഥികളെ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ എങ്ങനെയാണ് ആ ഒരു ഭൂരിപക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പോകുന്നത്. അതേപോലെ ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇതേപോലെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകൾ, അതേപോലെ ഈ ഇസ്ലാം വോട്ടുകൾ, ഹൈന്ദവ വോട്ടുകൾ, അങ്ങനെ കമ്മ്യൂണിറ്റി വോട്ടുകൾ, അത്തരത്തിലുള്ള വോട്ടുകളൊക്കെ ആ സ്ഥാനാർത്ഥിയെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതൊരു വലിയ കാര്യം തന്നെയാണ്. നമുക്ക് ആ ഒരു പ്രദേശത്തെ പറ്റി പറയാം, അല്ലെങ്കിൽ പാർട്ടിയെ പറ്റി പറയാമെന്നതിന്റെ അപ്പുറത്തേക്കും ഇവർ നിർത്താൻ പോകുന്ന സ്ഥാനാർത്ഥിക്കും അതിലൊരു വലിയ പങ്കുണ്ട്. ആ സ്ഥാനാർത്ഥി ആയിരിക്കും ഈ വോട്ടുകൾ എത്രത്തോളം തന്നിലേക്ക് വരുമെന്ന് തീരുമാനിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ പാർട്ടി ഒരു ഇലക്ഷൻ കൊണ്ടുപോകുന്നതും അങ്ങനെ തന്നെയായിരിക്കും. CPM-ന്റെ കാര്യത്തിൽ ഏകദേശം ഒരു രൂപമൊക്കെ നമുക്ക് കിട്ടി തുടങ്ങി. എങ്ങനെയായിരിക്കാം തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് ഇനി ബാക്കിയുള്ള ഇരു മുന്നണികളുടെയും കൂടെ ആ ഒരു രൂപാചിത്രം നമുക്ക് കിട്ടിയിട്ടിരിക്കുന്നു. കാരണം സ്റ്റാർ മണ്ഡലത്തിന് ഇപ്പോഴും വന്നിട്ടില്ല. എല്ലാ ജനങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പൂർണ്ണ പടമായിട്ടില്ല. ആ ഒരു ചിത്രം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ എങ്ങനെയായിരിക്കും അവിടെ ഇലക്ഷൻ മുന്നോട്ട് പോകുന്നത്, എന്തായിരിക്കാം ആ ഒരു രാഷ്ട്രീയ തന്ത്രം എന്നൊക്കെ പറയത്തില്ലേ ചേട്ടാ, ആ ഒരു രാഷ്ട്രീയ തന്ത്രം അനുസരിച്ചായിരിക്കും ആ ഒരു ഫൈറ്റ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. അതനുസരിച്ചായിരിക്കും ജനങ്ങൾ. ഇപ്പോഴും ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാത്ത ജനങ്ങളുണ്ട്. ഒരു ഭരണവിരുദ്ധത മുന്നിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സർക്കാരിനോട് ഒരു എതിർപ്പുണ്ടെങ്കിൽ പോലും ജനങ്ങൾ എപ്പോഴും ആ ഒരു ഇലക്ഷൻ ചൂടിലേക്ക് എത്തുമ്പോഴായിരിക്കും ഒരു ഭൂരിഭാഗം വോട്ടുകൾ വരുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് അത്രയും നാളും ഓക്കെ ഇവിടെ ഒന്നും വലിയ ഇലക്ഷൻ ചൂടൊന്നും ഇല്ല. കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇലക്ഷൻ ചൂടില്ല, അപ്പൊ പിന്നെ ജനങ്ങളൊന്നും വോട്ട് ചെയ്യാൻ പോവില്ല. കാരണം അങ്ങനെ ഒരു ഭൂരിപക്ഷം വോട്ടുകൾ നഷ്ടപ്പെട്ടു. ചിലർ വോട്ട് ചെയ്യാൻ പോവില്ലല്ലോ, വോട്ട് ചെയ്യാൻ പോവാത്ത വോട്ടുകൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഭൂരിപക്ഷമുണ്ട്. പക്ഷെ അത് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ചൂടും അതേപോലെ നല്ല ശക്തമായിട്ടുള്ള അപ്പോസിഷൻസും സ്ഥാനാർത്ഥികളും ആ മണ്ഡലം ഒന്ന് ചൂടുപിടിക്കുമ്പോഴായിരിക്കും ജനങ്ങൾ ഇറങ്ങുന്നത്. ജനങ്ങൾ ഓക്കെ ഈ ഒരു ഇലക്ഷനിൽ എനിക്കും വോട്ട് ചെയ്യണം, എന്റെ വോട്ട് നിർണായകമാണ്, ഞാൻ ഇയാൾക്കാണ് കൊടുക്കാൻ പോകുന്നത് എന്നൊരു തീരുമാനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ഇലക്ഷൻ ചൂട് വരുമ്പോഴാണ്. അതിന് എന്താണ് വേണ്ടത്? കൃത്യമായിട്ടുള്ള ജനങ്ങൾ നോക്കിയിരിക്കുന്ന മണ്ഡലങ്ങൾ. ഇപ്പോ ഞാനങ്ങ് ആലപ്പുഴയിലാണെങ്കിലും എനിക്ക് പാലക്കാട്ടിലെ സ്ഥാനാർത്ഥിയും കണ്ണൂരിലെ സ്ഥാനാർത്ഥിയും ഒക്കെ അറിയുമ്പോഴാണ് അവരുടെ വിജയത്തിനോടൊപ്പം ഞാൻ എന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ കൂടെ ജയിപ്പിച്ചാൽ മാത്രമേ എനിക്ക് ആ ഭരണം കാണാൻ പറ്റൂ. അല്ലെങ്കിൽ എനിക്ക് ഭരണ തുടർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ അത്രയും വലിയ ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇനിയിപ്പോ വരാൻ പോകുന്ന സർക്കാരിന് കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു ഭരണത്തിലേക്ക് എത്തിക്കാൻ ഞാൻ എന്റെ സ്ഥാനാർത്ഥിയും ജയിപ്പിക്കണം, അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ ജനങ്ങൾ എടുക്കാൻ പോകുന്നതും എല്ലാ സ്ഥാനാർത്ഥികളെയും അറിയുമ്പോഴാണ്. അതേപോലെ സാധ്യതാ പട്ടികകൾ, സാധ്യത കൂടെ മുന്നിൽ നിർത്തേണ്ടതുണ്ട്. എന്താണ് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചിട്ട് അല്ലെങ്കിൽ നിശബ്ദമായിട്ടുള്ള പ്രചരണങ്ങൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൂടുതലായി ജനങ്ങളിലേക്ക് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. കാര്യം അവർക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിലേക്ക് അവർ അവരുടെ പരിപാടികൾ ആരംഭിച്ചു. ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ്. ഇന്ന് വരും, ഇന്ന് ഉറപ്പായിട്ട് വരും. ഇന്ന് ഡൽഹിയിൽ തന്നെ ചർച്ചകൾ, ഡൽഹി ഇരുന്നുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ പേര് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേരളം ഒരു വലിയ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുന്നു. നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ പോകുന്നു. NDA വെറുതെ അങ്ങ് പോകില്ല. NDA മുന്നണിക്ക് ഇത്തവണ ചിലത് തീരുമാനിക്കാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് കരുതാം.